അധ്യക്ഷൻ പ്രിയപ്പെട്ട ജാഫർ, വേദിയിലുള്ള പ്രിയപ്പെട്ട സിനാൻ, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ പഞ്ചായത്ത് അംഗം ശ്രീമതി ഹബീബ, പ്രിയപ്പെട്ട സവാദ്, ചാത്തുകുട്ടി, കരീം പൂളക്കൽ, റിയാസ് പാലൊളി, മറ്റു വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ, ജനപ്രതിനിധികൾ, ഈ ഒരു മാതൃകാപരമായ ചടങ്ങിന് സാന്നിധ്യമാകുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പൂങ്ങോട്ടെ നല്ലവരായ സഹോദരി സഹോദരന്മാർ, സിനാൻ്റെ കുടുംബാംഗങ്ങൾ, സഹപ്രവർത്തകർ, ഇത് തീർത്തും വ്യത്യസ്തമായ ഒരു ചടങ്ങാണ്. നമ്മൾ ഒരുപാട് ഇതുപോലെയുള്ള കൂട്ടായ്മകൾ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒക്കെ തന്നെ നടത്താറുണ്ട്. പക്ഷെ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ നാടിൻ്റെ കാവൽക്കാർ എന്ന് പറയുന്നവരാണ് യഥാർത്ഥത്തിൽ പട്ടാളക്കാർ. നമ്മൾ ഇന്ന് സുഖമായി ഒന്നിനെക്കുറിച്ചും ആലോചിക്കാതെ നമ്മുടേതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്നവരാണ്. നാടിൻ്റെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. നമുക്ക് നമ്മുടേതായ സമയത്ത് ഉറങ്ങുവാനും ആശങ്കയില്ലാതെ ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങളില്ലാതെ വീട്ടിൽ കഴിയുവാനും ഒക്കെ കഴിയുന്നുണ്ടെങ്കിൽ അത് ഈ നാട് ഇതുപോലെ നമുക്ക് ഇതിനൊക്കെയുള്ള സൗകര്യം ചെയ്തു തരുന്ന, അതിനുവേണ്ടി പ്രയാസം അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികളിൽ നമ്മൾക്ക് കാവൽക്കാരായി നിൽക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ചൊന്നും ഓർക്കാറില്ല. അത് നമ്മുടെ ചിന്തയിൽ വരുന്ന കാര്യവുമല്ല. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം ഇതുപോലെ നിലനിൽക്കുന്നത് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന സംരക്ഷണം പോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഒക്കെ ജീവിതം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന യഥാർത്ഥത്തിൽ നമ്മുടെ പട്ടാളക്കാരാണ്, സൈന്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ രാജ്യത്തിൻ്റെയൊക്കെ അതിർത്തികളിൽ യാത്ര ചെയ്യുമ്പോഴാണ് പലപ്പോഴും പട്ടാളക്കാരൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പട്ടാളക്കാരൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും പറഞ്ഞു തീരാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിലാണ് നമ്മളിപ്പോൾ എല്ലാവരും, ഇപ്പോൾ പൂങ്ങോട്ടുള്ളവരായാലും നമ്മൾ ആരായാലും രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്. കാശ്മീരിൽ പോയിട്ടുള്ള എത്ര ആൾക്കാരുണ്ടാവും, രാജസ്ഥാനിൽ പോയിട്ടുള്ളവരുണ്ടാവും, പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെ നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ടുള്ളവരുണ്ടാവും. അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ പട്ടാളക്കാരെടുക്കുന്ന ഒരു ത്യാഗം നമുക്ക് മനസ്സിലാവും. അതിർത്തികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി -ഡിഗ്രി ഇപ്പോൾ തണുപ്പുള്ള സമയത്ത് പോലും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ അതിർത്തികൾ കാക്കുന്നവർ, കനത്ത ചൂടിൽ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നവർ, വെയിലും മഴയും മഞ്ഞും ശൈത്യവും ഒന്നുമില്ലാതെ നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കുന്നവർ, അവരാണ് യഥാർത്ഥ നമ്മുടെ രാജ്യത്തെ ഹീറോകൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ അതൊന്നും ആ ഒരു പരിവേഷവും പരിഗണനയൊന്നും അവർക്ക് കൊടുക്കാറില്ല. പക്ഷെ ചില ഘട്ടങ്ങളിൽ നമുക്കത് തോന്നാറുണ്ട്. രാജ്യം ഒരു അപകടം നേരിടുമ്പോൾ, രാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ, രാജ്യത്ത് മറ്റു രീതിയിലുള്ള കലാപങ്ങൾ ഉണ്ടാകും, അവിടെ ഓടിയെത്തുന്നത്, അവിടെ സമാധാനം സംരക്ഷിക്കുന്നത്, അക്രമികളെ നേരിടുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സൈന്യമാണ്. ആ സൈന്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ പറഞ്ഞു, ജാഫർ സൂചിപ്പിച്ചു, പഹൽഗാം എന്ന് പറയുന്ന അതിമനോഹരമായ സ്ഥലം. ഇവിടെ ഇപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകൾ, ഞാൻ കഴിഞ്ഞ വർഷം ഒരു പാർട്ടി മീറ്റിങ്ങുമായി കാശ്മീരിൽ പോയപ്പോൾ അന്ന് കാശ്മീരിലുള്ളവർ പറയുന്നത് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ 10-25 വർഷം മുമ്പ് കാശ്മീരിൽ പോയിട്ടുണ്ട്. അന്നത്തെ കാശ്മീർ ആയിരുന്നില്ല ഇപ്പോഴത്തെ കാശ്മീർ. എല്ലാവരും വളരെ നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നു. ഹോട്ടലുകൾ, റൂമുകൾ എല്ലാം സജീവമാണ്. പുറത്തുനിന്ന് വരുന്ന ആളുകളൊക്കെ താമസിക്കുന്നതുകൊണ്ട് ടൂറിസം വളരെ ശക്തമായ രീതിയിൽ വലുതായി അവരുടെ ജീവിതത്തിൽ അത് മാറ്റങ്ങൾ ഉണ്ടാക്കി. പക്ഷേ അവർ പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ വരുന്നത് എന്ന് ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ചെല്ലുമ്പോഴും അവിടെ അതിർത്തികളിൽ നിൽക്കുന്നത് പട്ടാളക്കാരാണ്. അവരുടെ സംരക്ഷണത്തിലാണ് നമ്മുടെ നാട് മുഴുവൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള കാശ്മീരിൽ
പഹൽഗാം എന്ന് പറയുന്ന സ്ഥലം എല്ലാവരും പോകുന്ന, കാശ്മീരിൽ ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന ദാൽ തടാകവും അത് കഴിഞ്ഞാലുള്ള പ്രധാനമായി കാണുന്ന സ്ഥലമാണ് പഹൽഗാമൊക്കെ. പഹൽഗാമിന് തൊട്ട് മുകളിലാണ് ഈ അപകടം നടന്ന സ്ഥലം, ബൈസൺ വാലി എന്ന് പറയുന്ന സ്ഥലം. അവിടെ വെച്ച് അത്ര 25 ടൂറിസ്റ്റുകൾ കൊല്ലപ്പെടുകയാണ്. മലയാളിയായ ഒരാൾ ഉൾപ്പെടെ, എറണാകുളത്തുകാരൻ ഉൾപ്പെടെ കൊല്ലപ്പെടുമ്പോൾ വളരെ നമ്മുടെ നാടിന്റെ നാനാഭാഗത്തും വീട് കിട്ടുന്ന സമയങ്ങൾ നമ്മൾ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടു കൂടി നാട് കാണുവാൻ, അല്പം നല്ല രീതിയിൽ പുതിയ സ്ഥലങ്ങൾ കാണുവാൻ പോകുന്നവരാണ് സഞ്ചാരികൾ. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടുകാരൊക്കെ യാത്ര ചെയ്യുന്നവർ. അങ്ങനെ യാതൊരു രീതിയിലും മറ്റുദ്ദേശങ്ങളില്ലാതെ ഒരു യാത്രയ്ക്ക് വേണ്ടി, ഒരു വിനോദസഞ്ചാരത്തിന് വേണ്ടി പോകുന്ന 25 ആളുകളെയാണ് തീവ്രവാദികൾ ഒന്നുമില്ലാത്ത രീതിയിൽ വളരെ നിഷ്കളങ്കരായ ആളുകളെ കൊന്നൊടുക്കിയത്. 26ാമത്തെ ആൾ ആ പ്രദേശത്തുള്ള കാശ്മീർക്കാരൻ തന്നെയാണ്. പലരെയും കൊണ്ടുവന്ന ഒരു ഡ്രൈവറാണ് അന്ന് കൊല്ലപ്പെട്ടത്. ആ ഡ്രൈവർ ഈ വെടിവെക്കുമ്പോൾ അദ്ദേഹം മാറി നിൽക്കുകയല്ല, അദ്ദേഹം സംരക്ഷിക്കുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയാണ് അദ്ദേഹത്തിന്റെ ജീവിതം അവിടെ അവസാനിപ്പിച്ചത്. അതാണ് ഇന്ത്യയുടെ ഒരു പ്രത്യേകത. നമുക്കവിടെ മറ്റു രീതിയിൽ തീവ്രവാദികൾ എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കാശ്മീരിൽ പോലും അവിടെ അത് ഒരു സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടി ഓടി വന്നത് അവിടുത്തെ ഒരു പ്രദേശവാസിയാണ്. ചെറുപ്പക്കാരനായ ആ ഡ്രൈവറുടെ ജീവിതം നഷ്ടപ്പെട്ടു. ആ 26 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് ഉള്ള തിരിച്ചടി, ഇതിനുള്ള എല്ലാ കാര്യങ്ങളും, ഇതിനാസൂത്രണം ചെയ്തത്, ഇതിന് പിന്തുണ നൽകിയത്, എല്ലാ കാര്യങ്ങളും പാകിസ്ഥാനാണ് എന്നുള്ളത് കൊണ്ട് പാകിസ്ഥാനെതിരെ നടത്തിയ ഒരു വലിയ ആക്രമണം, ആ ആക്രമണം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ പ്രശ്നമാണ്, നാടിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നമ്മുടെ വീട്ടിൽ കയറി നമ്മൾ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന വികാരം എന്താണ്? അതുപോലെയാണ് നമ്മുടെ നാടിനകത്ത്, നമ്മുടെ അതിർത്തിയിൽ വന്ന് നമ്മുടെ നാട്ടുകാർക്കെതിരെ അക്രമം ഉയർത്തുമ്പോൾ അതിനെ തിരിച്ചടിക്കുക എന്നുള്ളത് തീർത്തും സ്വാഭാവികമാണ്. ആ തിരിച്ചടിയാണ് സിന്ദൂർ എന്ന ഓപ്പറേഷൻ യുദ്ധത്തിലൂടെ നടപ്പാക്കിയത്. അതിൽ വലിയ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. നമ്മുടെ നാടിന്റെ അഭിമാനം കാക്കുവാൻ കഴിഞ്ഞത് സൈന്യത്തിന്റെ ശക്തമായ ഇടപെടലുകളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഏത് കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാലും അതിന് മുന്നിൽ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ അഭിമാനം കാക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സൈനികരാണ്. പഹൽഗാമിലെ തിരിച്ചടി ഇന്ത്യക്ക് നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ നേട്ടം നമ്മുടെ സൈനികരുടെ ആത്മവിശ്വാസത്തിന്റെയും ആത്മവീര്യത്തിന്റെയും, സിനാനെ പോലെയുള്ള ലക്ഷക്കണക്കിന് വരുന്ന പട്ടാളക്കാരുടെ ആത്മവിശ്വാസമാണ് ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ കഴിഞ്ഞതും നമുക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്നു. ആ സൈന്യത്തിന്റെ ഭാഗമായി, നമ്മുടെ ഇവിടെ പറഞ്ഞതുപോലെ ആ സൈന്യത്തിന്റെ ഭാഗമായി ഈ ഒരു സിന്ദൂർ ഓപ്പറേഷനിൽ തന്നെ പങ്കെടുക്കാൻ കഴിഞ്ഞത് പൂങ്കോട് എന്നുള്ള സിനാന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും സിനാൻ അത് പങ്കെടുക്കുമ്പോൾ നമ്മുടെ നാട്ടുകാരായ നമുക്കൊക്കെ അത് പങ്കെടുത്തു എന്നുള്ളത് അഭിമാനം നൽകുന്ന കാര്യമാണ്. സിനാന് ഞാൻ പ്രത്യേകം ഈ നാടിനു വേണ്ടി ഞങ്ങളുടെ സന്തോഷം അദ്ദേഹത്തെ അറിയിക്കുകയാണ്. അഭിനന്ദിക്കേണ്ട കാര്യമില്ല, കാരണം അവര് സൈന്യത്തിന്റെ ഉത്തരവാദിത്തം അതാണ്. അവരാരുടെയും അഭിനന്ദനം നേടുന്നതിന് വേണ്ടിയല്ല. നമ്മളൊന്നും സ്വീകരണം കൊടുക്കുമെന്ന് സിനാൻ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ സിനാന് നൽകുന്ന ഉത്തരവ് എന്താണോ അത് നടപ്പാക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ടാങ്കർ യൂണിറ്റിലാണ് സിനാൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്നാണ്. പഴയ കാലത്തെ പോലെ ടാങ്കർ ഒക്കെ യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ടാങ്കർ യൂണിറ്റിന്റെ ഭാഗമായി തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഒരിക്കൽ കൂടി ഏറ്റവും സന്തോഷം നൽകുന്നു. ഞങ്ങൾ സിനാന്റെ ആ പങ്കാളിത്തത്തിൽ, ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മൾക്ക് അഭിമാനിക്കുന്നു എന്ന് അദ്ദേഹത്തോട് പറയുവാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അതുപോലെ തന്നെ കീം പരീക്ഷയിൽ നല്ല രീതിയിൽ റാങ്ക് 10ാം റാങ്ക് 10 റിസിൻ പ്രിയപ്പെട്ട ശ്രീ റിസിൻ 10ാം റാങ്ക് നേടി എന്ന് പറയുന്നത് വളരെ വളരെ വലിയ കാര്യമാണ്. ഒരുപാട് വിവാദങ്ങളും പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഒരുപാട് രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ വളരെ ടെൻഷൻ അടിച്ച ഒന്നായിരുന്നു കീമിന്റെ റിസൾട്ട് വരുന്നതുമായി ബന്ധപ്പെട്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 86,000 കുട്ടികൾ പങ്കെടുത്ത ഒരു പരീക്ഷയിൽ 10ാം റാങ്ക് നേടുവാൻ റിസിന് കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ നാടിന്റെ വളർച്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇവിടെ ജാഫർ സൂചിപ്പിച്ചതുപോലെ പഴയ കാലത്തൊക്കെ നമ്മൾ റാങ്ക് കിട്ടുന്ന കുട്ടികൾ
സ്വർണം ജേതാക്കൾ, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നവർ, അതൊക്കെ നമ്മൾ പറയാറുണ്ട് ഷൊർണൂർ പാലത്തിന് അപ്പുറത്തുള്ളതാണെങ്കിൽ ഇന്ന് ഇപ്പുറത്തുള്ളവരാണ് ഇതൊക്കെ നേടുന്നതിൽ ഒന്നാമതായി നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ അഭിമാനം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ വലിയ മാറ്റമുണ്ട്. ഇപ്പൊ പൂങ്ങോട് എടുത്തു കഴിഞ്ഞാൽ ഒരു 10-30 വർഷം മുമ്പ് പ്രായം ചെന്നവരുണ്ട്. അവരോട് എത്ര ഡോക്ടർമാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. ഇപ്പൊ നമുക്ക് ഉറപ്പാണ് പൂങ്ങോട് MBBS പാസ്സായിട്ടുള്ള ഡോക്ടർമാർ ഒന്നിലധികം ഈ പ്രദേശത്ത് തന്നെ ഉണ്ടാവും. എഞ്ചിനീയർമാർ അതിലേറെ ഉണ്ടാവും, അധ്യാപകരുണ്ടാവും, കളക്ടറേറ്റിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ നാടിന്റെ ഭരണരംഗത്ത് എല്ലാ മേഖലയിൽ ഇന്ന് സ്വാധീനം ചെലുത്താൻ നമ്മുടെ പ്രദേശത്തിന് കഴിയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ മുന്നേറ്റമാണ് എന്നുള്ള കാര്യം സംശയമില്ല. റിസാനെ പോലെയുള്ള കുട്ടികളുടെ ഒരു മുന്നേറ്റം അത് നമ്മുടെ നാടിന്റെ മൊത്തത്തിലുള്ള മുന്നേറ്റമാണ്. അതൊരു അളവുകോലാണ്. ഒന്നല്ല, ഇതുപോലെ ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ ജില്ലയിൽ ഇന്ന് ഉണ്ട്. അതൊക്കെ നമ്മുടെ നാടിന്റെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ്. ഞാൻ റിസാനെ പ്രത്യേകം ഈ വലിയ നേട്ടത്തിൽ, വിജയത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന്റെ രക്ഷിതാക്കളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കാരണം ഓരോ കുട്ടിയുടെയും വളർച്ച, പഠനം, അവന് നാളെ എന്തെങ്കിലും ആകണം എന്ന് ആഗ്രഹിക്കുക മാത്രമല്ല, അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്, മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് യഥാർത്ഥ രക്ഷിതാക്കളാണ്. അതുകൊണ്ട് ഓരോ കുട്ടിയുടെയും വിജയം രക്ഷിതാക്കളുടെ വിജയമാണ് എന്നുള്ള കാര്യം സംശയമില്ല. റിസാനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുവാനും ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഇതങ്ങനെ ഒരു ചടങ്ങുമല്ല. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. 2 അഭിമാന താരങ്ങളെ അഭിനന്ദിക്കലാണ്. അതിനപ്പുറത്തൊന്നും പറയുന്നില്ല. ഞാൻ ഈ 2 എൻ്റെ സുഹൃത്തുക്കളെയും പ്രത്യേകം ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം.